അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ദാനീൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ ദിവസമുള്ള വീഡിയോസാണ് കേട്ടോ. ഞാനും കുട്ടികളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമുള്ള ഒരു ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 റെസിപ്പീസാണ്. ഒന്ന് ബ്രൗണി, പിന്നെ ഒന്ന് ലോഡഡ് ഫ്രൈസും, പിന്നെ ഒരു പിസ്സൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മൂന്നും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളത് ബ്രൗണി കേക്കി ടൈപ്പാണ്. ഇപ്രാവശ്യം ഞാൻ ചെയ്തത് ഫഡ്ജി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പം നമ്മൾ 100 ഗ്രാംസ് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ 50 ഗ്രാംസോളം നമുക്ക് മൈദ എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ബ്രൗണി കേക്കി ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ എടുക്കാം. നേരെ കൊക്കോൻ്റെ നേരെ ഹാഫായിട്ട് മൈദ എടുക്കാം കേട്ടോ. അതിൽ തന്നെ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 3 എഗ്ഗ് വേണം, പിന്നെ 100 ഗ്രാംസ് ബട്ടർ വേണം, 500 ഗ്രാംസോളം ഞാൻ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ വേണ്ട, നോർമൽ ആയിട്ടുള്ള ഗ്രാനുലേറ്റഡ് ഷുഗർ മതി. ബ്രൗണി ഇൻ ദ സെൻസ് കേക്കി ബ്രൗണി അല്ലാത്തതുകൊണ്ട് നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ വരുന്നത്. നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ്സോളം ചെയ്യേണ്ടി വരും. അതിൽ പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ എഗ്ഗ്. അപ്പം ആ എഗ്ഗിൻ്റെ ആ ഒരു സോൾട്ട് സ്മെല്ല് മാറിയിട്ടും കിട്ടും. മീൻ വയൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. 100 ഗ്രാംസ് ഓഫ് ബട്ടറും പിന്നെ 2 ബാർ ചോക്ലേറ്റും കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഈ എഗ്ഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എഗ്ഗ് കുക്കായിട്ട് വരും. അപ്പോൾ പിന്നീട് വിസ്ക് ഉപയോഗിച്ചിട്ട് അതൊക്കെ മിക്സ് ആക്കി എടുക്കുക. പിന്നെ കുറച്ച് ചോക്ലേറ്റ് എസൻസ് ആണ് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന. വാനില എസൻസിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ചോക്ലേറ്റ് എസൻസ് ആണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡർ 100 ഗ്രാംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അത് 50 ഗ്രാംസോളം മൈദ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ മിച്ചം വെച്ച് ബാക്കിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സ്പൂണോടോ പിന്നെ സ്പാറ്റുലയുടെ മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ, വിസ്ക് ഉപയോഗിക്കാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൻ്റെ മേലെ തന്നെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ബാക്കി വെച്ച ചോക്ലേറ്റ് ബാറില്ലേ അത് സ്ക്വയറായിട്ട് മുറിച്ച് കൊടുക്കുക. ക്യൂബ്സ് പോലെ മുറിച്ചിട്ട് കുറച്ച് ബാറ്ററിൽ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ടോപ്പിൽ, അതായത് ബാറ്ററിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചോക്ലേറ്റ് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് അത് ഒരു 1/4ഓളം നമുക്ക് ബേക്കായി എന്ന് തോന്നുമ്പോൾ അത് ആ ചോക്ലേറ്റിൻ്റെ ചിപ്സും മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബ്രൗണി കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കടിക്കാനും കിട്ടും, പിന്നെ മേലെ മെൽട്ടായിട്ടും കാണും, നല്ലൊരു ചോക്ലേറ്റ് സ്മെല്ലും ഉണ്ടാവും. അതിനൊക്കെയാണ് കേട്ടോ ഇത്രയും കൂടുതൽ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ മേലെയുള്ള ചോക്ലേറ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ബട്ടറിൻ്റെ ഒന്നിച്ച് ഉള്ള ആ ഒരു 2 ബാർ ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതും അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മെൽട്ടായിട്ടും കുറച്ച് ക്രഞ്ചി ആയിട്ടും ഒക്കെ ചോക്ലേറ്റ് ചിപ്പ് കടിക്കാൻ കിട്ടും. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്കൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്താൽ ഇത്രയും ഒരു എന്താ പറയുക ഭയങ്കര ചോക്ലേറ്റ് അല്ലാതെ കുറച്ച് ബിറ്റർനെസ് കുറഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ എന്തായാലും ഒരു റെസിപ്പി ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 9 ബ്രൗണിയാണ് കേട്ടോ കിട്ടുക. ഇനിയിപ്പോൾ നെക്സ്റ്റത്തെ റെസിപ്പി എന്തെന്ന് വെച്ചാൽ പിസ്സയാണ്. പിസ്സ ബേസ് റെഡിയാക്കാൻ വളരെ സിമ്പിളാണ്, ഈസിയാണ്. കുറച്ച് ഈസ്റ്റും പിന്നെ മൈദയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് 2 ടീസ്പൂണോളം ഈസ്റ്റ് വേണം. അത് നമുക്ക് ല്യൂക്ക് വാം വാട്ടറിലോ അല്ലെങ്കിൽ നല്ലോണം ചൂടായ വെള്ളത്തിലോ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഫെർമെൻ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് മൂടി വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് പൊങ്ങി വന്നോളും. ഇനി 2 കപ്പോളം മൈദ വേണം. അതിപ്പോൾ ഞാൻ ഹീപ്പായിട്ടുള്ള കപ്പൊന്നല്ല എടുത്തിട്ടുള്ളത്, ഒരു 1.25നെക്കാളും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈസ്റ്റിൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൂടുതലായിട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ അത് കുഴച്ച് വെച്ചിട്ട് അത് നമ്മളെ ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ട് മൂടി വെക്കാൻ പെട്ടെന്ന് പൊങ്ങി വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു 3 hours കഴിയുമ്പോഴത്തേക്ക് സെറ്റായിട്ട് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് പീസ് ചിക്കൻ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക. ക്യൂബ്സ് പോലെ മുറിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു ചിക്കൻ പിസ്സ സോസ് ഉപയോഗിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് മുളക് പൊടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട്
അത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റും ടെൻഡർനെസ് കൂടിയതുപോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് നോർമലി മൈദയിൽ ഡസ്റ്റ് ചെയ്തിട്ട് തട്ടിയെടുക്കുക, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ബേസ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുത്തു. പിന്നെ ഫോക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അത് ബബിൾസ് വന്നാൽ കുഴപ്പമില്ല, ചപ്പാത്തി പോലെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ തവയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. തിരിച്ച് മറിച്ചോട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പിസ്സ ബേസ് റെഡി ആയി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ തവയിൽ തന്നെ അത് കിടന്നോട്ടെ. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാമഗ്രികൾ അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ചീസ്, ഒനിയൻ, ടൊമാറ്റോ, പിന്നെ ബെൽ പെപ്പർ, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് യെല്ലോവും റെഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സ്കിപ്പായി പോയി എൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ബാക്കിയൊക്കെ വെച്ചിട്ട് മൊസറല്ല ചീസ്, സ്ലൈസ് ചീസാണ്, അതും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. സ്ലൈസ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കുക. മൊസറല്ല ചീസും അത് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ചീസി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ ചീസ് ഈ നമ്മുടെ പിസ്സ സോസിൻ്റെ മേലെ ചീസ് സ്പ്രെഡ് ഉണ്ടാവില്ലേ, അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ചീസി ആയിട്ട് തോന്നും. അത് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അവർ കുറച്ച് ചീസി ആക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ വെച്ച് നമുക്ക് അലങ്കരിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചീസ് മെൽട്ടായി വരിക, അത് തന്നെ ഉദ്ദേശിക്കുന്നത്. അത്രയും സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫൈനലി ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ട് കിട്ടും. ഈസിയാണ്, സിമ്പിളാണ്, ഭയങ്കര ഡെലീഷ്യസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിമ്പിൾ മെത്തേഡിൽ പിസ്സ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. തേർഡ് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ലോഡഡ് ഫ്രൈസ് ആണ്. റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടാണ് ചെയ്തത്. അതും സിമ്പിളാണ്. അപ്പോൾ ബ്രസ്റ്റ് പീസ് ചിക്കൻ ഓൾറെഡി നമ്മൾ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ലോങ് സ്ട്രിപ്സ് പോലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ ലോഡഡ് ഫ്രൈസ് ചെയ്തത്. അപ്പോൾ ഈ ലോങ് സ്ട്രിപ്സ് ആയിട്ട് വെച്ച ചിക്കൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ക്യൂബ്സ് ആയിട്ട് മുറിച്ചത് പിസ്സാൻ്റെ സോസിൽ മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ലോങ് സ്ട്രിപ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലേക്ക് നമ്മൾ ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനും കൂടി നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് മൈദയിൽ ഡസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത്, അപ്പോൾ അത് സെറ്റായി കിട്ടി. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയിട്ട് വെക്കണം, ഫ്രൈ ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് സോസ് വേണം, കുറച്ച് ക്യാപ്സിക്കം വേണം. അന്നെങ്കിൽ നമുക്ക് ലോഡഡ് ഫ്രൈസ് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. പിങ്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യുക. അതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വിസ്കോട് നമ്മളിങ്ങനെ എന്താ പറയുക, ആ മൈദേൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ആഡ് ചെയ്ത് ലംസ് ഒന്നും കൂടാതെ നമ്മൾ വിസ്ക് ചെയ്തെടുക്കുക. അതിലേക്ക് മുളക് പൊടി, പിന്നെ 2 ടൈപ്പ് ഓഫ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 3 സ്ലൈസ് ചീസ്, മൊസറല്ല ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് പിങ്ക് സോസ്. ഇനി വൈറ്റ് സോസാണ് ആവശ്യം. വൈറ്റ് സോസ് എന്തെന്ന് വെച്ചാൽ ഗാർലിക് സോസാണ് കേട്ടോ. ഗാർലിക് സോസ് ഡിഫറെൻ്റ് ആണ്, ഗാർലിക് മയനൈസ് ഡിഫറെൻ്റ് ആണ്. ഇതിപ്പം നമ്മൾ ഗാർലിക് സോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ, ബൾബ് ഓഫ് ഗാർലിക് എടുക്കുക. അതിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബട്ടറിൽ സോട്ട് ചെയ്യുക. എന്നിട്ട് ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര കുറേയൊന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് നേരം അത് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിട്ട് വരും കേട്ടോ. 4-5 മണിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അത് ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഞാനത് പൈപ്പിംഗ് ബാഗിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ ചിക്കൻ, പിന്നെ ക്യാപ്സിക്കം, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 2 സോസ് വെച്ചിട്ട് ആ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും എന്ന് വിചാരിച്ചിട്ട്. ഹെവിയാണ് കേട്ടോ അത്. എല്ലാം എന്താ പറയല്ലേ, കാപ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഓക്കെ കേട്ടോ. അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവള് കുറച്ച് ചോക്ലേറ്റും, സൺഡേ ആയിരുന്നു കേട്ടോ അവളുടെ ബർത്ത്ഡേ, ചോക്ലേറ്റും കാര്യങ്ങളിലേക്കും ടീച്ചേഴ്സിനും ഒക്കെ പറഞ്ഞിട്ട് വേറെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചതാണ്.
അൽഹംദുലില്ലാ നല്ല സമാധാനപരമായ ഒരു ബർത്ത്ഡേ ആയിരുന്നു. സമാധാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സൺഡേ ആയിരുന്നു കേട്ടോ. ഞാൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത് മൺഡേ ആണ് അവൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഓരോ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ അവളുടെ ഫ്രണ്ട്സ് കുറച്ച് ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാനീൻ്റെയും ദേൻ്റെയും ഒരു പ്ലസ് പോയിൻ്റ്, ഡ്രോബാക്സ് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും പ്ലസ് പോയിൻ്റ് ഒന്ന് എന്തെന്ന് വെച്ചാൽ അവർക്ക് ആര് എന്ത് ചെറിയ സമ്മാനം കൊടുത്താലല്ലേ അത് ഭയങ്കര പ്രഷ്യസാണ് കേട്ടോ. അത് അവർ എന്താ പറയല്ലേ, ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ ദം. അത് അവരുടെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ. ദാനീൻ്റെ ഫോട്ടോസൊക്കെ ഇഷ്ടമായോ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താം കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.